ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെസിപ്പിയുമായിട്ടൊന്നുമല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ്. എനിക്ക് പറ്റിയ ഒരു അബദ്ധം, ഒരു യൂട്യൂബ് ചാനലിൽ ഒരു ചാലഞ്ചിങ് വീഡിയോയിൽ മത്സരിച്ച് തോറ്റ് തുന്നം പാടിയ കഥ അതിൻ്റെ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഇങ്ങനെ വ്യൂസ് നോക്കിയിട്ട് അല്ലെങ്കിൽ ലൈക്ക് നോക്കിയിട്ട് അങ്ങനെ വിന്നാവുന്ന ഇങ്ങനെയുള്ള ഒരു മത്സരങ്ങളിലൊക്കെ ഞാൻ പങ്കെടുക്കുന്നത് കുറവാണ് കേട്ടോ. അങ്ങനെ ഞാൻ പങ്കെടുത്തിട്ടില്ല. പിന്നെ ഇങ്ങനെ ഒരു ചലഞ്ചിങ് വീഡിയോ കണ്ടപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കുറേ അനുഭവങ്ങൾ പറയാനുണ്ടായിരുന്നു. റെസിപ്പി ട്രൈ ചെയ്ത കാര്യവും സക്സസ് ആയി വന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെ അപ്പോൾ അത് ചെയ്തപ്പോൾ പിന്നെ എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയി. എനിക്ക് നല്ല അത്യാവശ്യം വ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് നല്ല ഇൻട്രസ്റ്റായി. പിന്നെ കുറേ പേരെടുത്ത് ഷെയർ ആക്കാൻ പറഞ്ഞു. കുറേ പേര് ഷെയർ ആക്കി. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു പേഴ്സണിൽ പോയി ഷെയർ ആക്കാനൊന്നും പറയാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു. കുറേ പേര് ഷെയർ ചെയ്തു, കുറേ പേര് അവരെ കമ്മ്യൂണിറ്റി ടാബിലിട്ടു, കുറേ പേര് അങ്ങനെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അവർക്കൊക്കെ എന്തായാലും എൻ്റെ വലിയൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ. കുറേ പേര് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവസാന തീയതി 17-ാം തീയതി രാത്രി 11:59 സമയം പറഞ്ഞത്. 11:59 ശേഷം, അതായത് 12 മണി, പിന്നെ അതിന് ശേഷമുള്ള വ്യൂസ് പരിഗണിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ പേര് നന്നായി ചെയ്തിട്ടുണ്ട്. 1-2 പേര് നല്ലോണം ഹാർഡ് വർക്ക് എടുത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ആരും എന്ത് ചെയ്തു എന്നല്ല, വ്യൂസ് ആർക്കാണോ കൂടുതൽ അവരായിരിക്കും വിന്നർ എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ആ ഒരു ചലഞ്ചിങ് വീഡിയോ ചെയ്തവരുടെ ലിസ്റ്റിൽ നോക്കുമ്പോൾ ടോപ്പിൽ ഞാൻ തന്നെയായിരുന്നു. തൊട്ട് പിറകെ തന്നെ ഒരു കുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു വ്യൂസിൻ്റെ ചെറിയൊരു ഡിഫറൻസിൽ. അത് ഞാൻ നോട്ട് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ 17-ാം തീയതി രാത്രി 11:59 നോക്കുമ്പോൾ ആ കുട്ടിയുടെ വ്യൂസും എൻ്റെ വ്യൂസും നോക്കുമ്പോൾ ഞാനായിരുന്നു കുറച്ചും കൂടി ടോപ്പിലുണ്ടായിരുന്നത്. ഒരു 200 സംതിങ് അതിൻ്റെ എന്തോ ഡിഫറൻസിൽ ഞാൻ ടോപ്പിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ടോപ്പിൽ ഞാനായിരിക്കും വിന്നറെന്ന് വിചാരിച്ച്. പിന്നെ അതിന് ശേഷം ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കിയിട്ടില്ല. 12 മണി ആയല്ലോ, കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നോക്കിയിട്ടില്ല. സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിരുന്നു. ആ കുട്ടിയുടെ വ്യൂസിൻ്റെയും എൻ്റെ വ്യൂസിൻ്റെയും ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നു. ആ ഒരു 12 മണിയാകുമ്പോഴേക്കും സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചു. പിന്നെ എത്ര വ്യൂസ് ഉണ്ടോന്നും പിന്നെ നോക്കിയിട്ടില്ല. ഇതിൻ്റെ റിസൾട്ട് പറയുന്നത് അനൗൺസ് ചെയ്യുന്നത് 18-ാം തീയതി മുതൽ 24-ാം തീയതി വരെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കാൻ നിന്നില്ല. ഞാൻ ആരുടെടുത്തും ഷെയർ ചെയ്തിട്ടുമില്ല ഈ ഒരു കാര്യം. അതേ സമയമുണ്ടല്ലോ, അപ്പോൾ പറയുമായിരിക്കും. അതിന് ശേഷം കൺഫേം ആയ ശേഷം പറയാമെന്ന് വിചാരിച്ച്. പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ മക്കളൊക്കെ ആദ്യം എതിർത്തെങ്കിലും പിന്നെ അവസാന നിമിഷം ലാസ്റ്റ് മൊമെൻറ്റിലൊക്കെ അവർ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ വിന്നാവാനുള്ള ചാൻസ് ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് പിന്നെ അവർ നല്ലോണം ഹെൽപ്പ് ചെയ്തു. അവരെ ഫ്രണ്ട്സിൻ്റെ അടുത്തും അവരെ സ്റ്റോറീസിലും അങ്ങനെയൊക്കെ അവർ ഷെയർ ആക്കിയിട്ടുണ്ട്. നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവർ. അല്ലെങ്കിൽ എൻ്റെ കുക്കിംഗ് വീഡിയോസൊന്നും അവരങ്ങനെ ഷെയർ ആക്കാറില്ല. പിന്നെയാണ് എൻ്റെ മോന് വന്നിട്ട് പറയുന്നത് ഇങ്ങനെയൊരു കമൻറ്റ്, എൻ്റെ തൊട്ട് പിറകെ ഉണ്ടായിരുന്ന ആ കുട്ടിക്ക് ഇങ്ങനെയൊരു കമൻറ്റ് വന്ന കാര്യം, കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ, ഇങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കി. പക്ഷേ എനിക്ക് നോട്ടിഫിക്കേഷനൊന്നും വന്നിട്ടില്ല. പക്ഷേ എനിക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ പിറ്റേ ദിവസമാണ് അറിയുന്നത് അവരുദ്ദേശിച്ചത് അവിടുത്തെ ഗൾഫിലെ 12 മണിയാണ് അവരുദ്ദേശിച്ചതെന്ന്. പക്ഷേ അങ്ങനെ അവർ ആ ഒരു വീഡിയോസിലൊന്നും അതിൻ്റെ റൂൾസിൻ്റെ കൂടെ ഒന്നും അങ്ങനെയൊന്നും ഞാൻ എവിടുത്തെ 12 മണിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രാത്രി 11:59 എന്ന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ സ്വാഭാവികമായും നമ്മൾ ഇവിടെ താമസിക്കുമ്പോൾ ഇവിടുത്തെ 12 മണിയെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഞാൻ അതിന് ശേഷം പിന്നെ അത് നോക്കാതിരുന്നത്. പിന്നീട് വീണാസ് കറി വേൾഡിനെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ അവിടുത്തെ 12 മണിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ വ്യൂസും ആ കുട്ടിയുടെ വ്യൂസും അതും കൂടി കണ്ടപ്പോൾ കൂടുതൽ വിഷമമായി. ആകെ 10 വ്യൂസിൻ്റെ ഡിഫറൻസിലാണ് ആ കുട്ടി കയറിയത്. ഞാൻ പിന്നെ ഇവിടുത്തെ 12 മണിക്ക് പിന്നെ മത്സരം കഴിഞ്ഞല്ലോ, അവസാനിച്ചല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഒന്നും തിരിഞ്ഞ് നോക്കിയിട്ടില്ല. ഓൾറെഡി എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചിരുന്നു ഷെയർ ആക്കണമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, സമയം കഴിഞ്ഞു, മത്സരത്തിൻ്റെ സമയം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ഈ ഒരു ചലഞ്ചിങ് വീഡിയോയിൽ എനിക്ക് പറ്റിയ അബദ്ധം. അപ്പോൾ ഇത് നിങ്ങളോട് ഷെയർ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഷെയർ ആക്കിയതാണ്. പക്ഷേ എനിക്കറിയില്ല ഇതെനിക്ക് പറ്റിയ അബദ്ധമാണോ എന്തോ എനിക്കറിയില്ല. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്